എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്? ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല. ആൾക്കാർ ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതിൽ രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു. കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലിച്ചരടുമായിട്ട് ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഒന്നാണ് ചിലതുങ്ങൾ വന്ന് കേറിയ അവിടെ മുടിയും അല്ലെ ഇല്ല മുടിഞ്ഞു പോയി എന്നൊക്കെ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഡാഡി ഗിരിജയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ ഒരു മുടിയം വന്നു കയറിയതോടുകൂടി അവരെ അടിവേര് പിഴുതെന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, നന്മമരം കളിച്ച് കളിച്ച് കുറേ വീഡിയോസ് ഒക്കെ ഇട്ട് വലിയ നാട്ടുകാരെ നല്ലതായിട്ട് പറ്റിച്ചിങ്ങനെ പോകാന്ന് കരുതി നാട്ടുകാരുടെ മുമ്പിൽ നല്ല മിടുക്കിയാണ്, തന്നെ പോലെ ഇത്ര പതിവ്രതയും ഭാവനയുമായ ഒരു സ്ത്രീ ലോകത്തില്ല എന്ന് പറയത്തക്ക രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അങ്ങ് കൊടുത്തു. അതോടെ ഓരോരുത്തർ ചോദ്യം ചെയ്യുന്ന ആരാധകരടക്കം ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് എല്ലാത്തിന്റെ നിജസ്ഥിതികൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയത്. മമ്മി ഗിരിജയും പുതിയ ഡാഡി ഗിരിജയും മക്കളും സംഘവും ഒക്കെ ഇപ്പൊ ഒളിവിലാണ്. ഇവർ ഒളിവിലിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സത്യങ്ങളാണ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തോട്ട് വിടുന്നത്. ഇവരൊക്കെ നേരത്തെ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ അതിന്റെ യഥാർത്ഥ കാരണം എന്തെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പേടിയാണ്. ഇവിടെ ഈ അനാഥാലയത്തിന്റെ പരിസര പ്രദേശത്തുള്ള പലർക്കും പല സത്യങ്ങളും അറിയാം. എന്നാൽ പോലും അവർക്കത് പുറത്തോട്ട് കൊണ്ടുവരാനുള്ള പേടിയാണ്. ഇവിടെ പേടി കാരണം എന്നാ, വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ പുള്ളിക്കാരിയുടെ വലങ്കൈ. അപ്പൊ പിന്നെ പേടിക്കാതിരിക്കണ എങ്ങനെയാ? ഉന്നത രാഷ്ട്രീയ നേതാക്കള്, പോലീസുകാര് ഒക്കെ പുള്ളിക്കാരിക്ക് സപ്പോർട്ടാണ്. പുള്ളിക്കാരി പറയുന്നതേ കേൾക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് പേടി തോന്നൂലോ. ഇപ്പൊ തന്നെ വീഡിയോസ് ഇടുന്നവർക്കെതിരെ ഒരുപാട് ഭീഷണി, തെറിവിളി ഒക്കെ ആയിട്ടാണ് അവരുടെ സംഘം വരുന്നത് മുമ്പോട്ട്. ഈ അനാഥാലയത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ബിൽഡിംഗ് ഒക്കെ പണിയുന്നതിന് മുമ്പ് അവർ വേറൊരു വീട്ടിൽ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പൊ ഈ ഡാഡി ഗിരിജയും മമ്മി ഗിരിജയും സംഘങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നോടത്ത് ഈ രാഷ്ട്രീയക്കാരുടെ അതിന് ഈ പോലീസുകാർക്കൊക്കെ അറിയായിരിക്കും എവിടെയാന്നൊക്കെ. പക്ഷെ അവര് പറയാത്തതായിരിക്കും. അവരെ സംരക്ഷിക്കണമായിരിക്കുമല്ലോ. കാരണം ഇവള് വേറെ വല്ല സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ ഇവരുടെ നിലനിൽപ്പിനല്ലേ അത് ബാധിക്കുന്നത്. അപ്പൊ ഗിരിജനെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പം അവരൊന്നും മിണ്ടാത്തത്. പുള്ളിക്കാരിക്കെതിരെ ഇങ്ങനെ അണുവിരൽ അനക്കി കഴിഞ്ഞാല് അവരെ കുറിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നാണക്കേടാവത്തില്ലേ? അതുകൊണ്ട് ഇവരൊക്കെ മിണ്ടാതിരിക്കുമായിരിക്കും. അനാഥാലയം പ്രവർത്തിച്ചിരുന്ന ആ വീടിന്റെ ഉടമസ്ഥർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യമായിട്ട് പത്തനാപുരത്തുനിന്ന് അവർ നമ്മുടെ വീട്ടിൽ വന്നു. ഞങ്ങൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതുപോലെ തേപ്പാറയിൽ ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ വീട് വേണം, കാരണം അനാഥാലയത്തിൽ തുടങ്ങാനാണ്. അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു. സ്വാമിയോട് പറഞ്ഞു ഇല്ലെന്ന് പറയരുത്, തൊഴുത് പറയുക, ഞങ്ങൾക്ക് ആ വീട് വേണം, എത്ര രൂപ വാടകയാണെങ്കിൽ ഞങ്ങൾ തന്നേക്കാം. അപ്പം ഞങ്ങൾക്ക് ആ വീട് വേണമെന്ന് പറഞ്ഞു. 15,000 രൂപ അവർ ഡിപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുവാന്നല്ലോ, അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ അംഗനവാടിക്ക് കൊടുത്തു. അംഗനവാടിക്കല്ല, സോറി, ഈ അനാഥാലയത്തിൽ അവരങ്ങനെ താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല. ഒരു 15 പേരുണ്ടായിരുന്നു. പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉണ്ടായിരുന്നു. തുടക്കകാലത്ത് അതായത് ഇവര് എത്ര വേണേലും വാടക തന്നോളം കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ഇവര് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇവർക്കറിയാം ഈ പ്രായമായ അപ്പച്ചമാരുടെ അമ്മച്ചിമാരുടെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിച്ച് കുറെ സ്പോൺസേഴ്സിനെ ഇവർ ഒപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര വേണേലും വാടക കൊടുക്കാനൊക്കെ ഇവർ റെഡി ആയിട്ടാണ് വന്നത്. ഇത് നല്ലൊരു ബിസിനസ് ആണ്, ഇതിനകത്ത് നല്ലതൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഇവർ തുറന്നേ എന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി കേട്ട് നോക്കാം. അവരെല്ലാം കിടക്കുമായിരുന്നു. എല്ലാവരും ഓരോ മുറിയിലും ഇങ്ങനെ കിടന്ന് അവർ വന്ന് ഇവിടെ എന്തൊക്കെയോ ചെയ്തു. തറ ഒട്ടിച്ചു, പിന്നെ മേലിൽ റൂഫിട്ടു, അങ്ങനെ എന്തൊക്കെയോ ഇവർ ഞങ്ങളോട് ചോദിക്കാതെ തന്നെ ഇവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കിണറുണ്ട്, തൊട്ടടുത്ത് കിണറുണ്ട്. അപ്പോൾ കിണറ്റിൽ നിന്ന് പൈപ്പൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ വന്ന് അതും ചെയ്തു. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു. ഇന്ന ആളാണ് ഞങ്ങൾക്ക് തന്നത്, അദ്ദേഹത്തിന് ഞങ്ങൾ പോയിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് അനുവദിച്ച് ഒക്കെ കുറേ പരിപാടികളൊക്കെ നടത്തി. അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും. ഞാനിവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ ഇത് അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അംഗീകരിക്കത്തില്ല. ഞാൻ കാണുകയും കഥ തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത്. ഇവിടുത്തെ അന്തേവാസി 35 വയസ്സുള്ള ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കഥ ചാരി. അതുപോലെ ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം ഈ വീടിനകത്ത് ഇത് നടന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി. അതിനോട് യോജിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ തന്നെ പറയുന്നു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിനെ അവരങ്ങനെ ചെയ്തേ എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് അവർ പ്രതികരിക്കണമായിരുന്നു. ആ നിമിഷം പ്രതികരിക്കണമായിരുന്നു. പോലീസിനെ അറിയിക്കുക, അല്ലെ അയൽക്കാരെയോ പഞ്ചായത്ത് മെമ്പറുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും അറിയിച്ചിട്ട് അവർക്ക് അതിനെതിരെ ഒരു ആക്ഷൻ എടുക്കാമായിരുന്നു. എന്ത് വന്നാലും ശരി, അവർക്കൊരു രക്ഷപ്പെടാൻ ഒരു മാർഗം. അവർ കഥവ് ചാരി തിരിച്ചു വന്നു എന്നാ പറയുന്നത്. എന്നാൽ ഇപ്പൊ ഈ ചേച്ചി പറയുന്നത് പേടിച്ചിട്ടായിരുന്നു ഞാൻ മിണ്ടാതിരുന്നത് എന്നാണ് പറയുന്നത്. പലരും വന്ന് ഒരുപാട് സത്യങ്ങൾ പറയുന്നതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ വന്നായിരിക്കാം ഇപ്പം അന്ന് കണ്ട കാഴ്ചകൾ വന്ന് പറയുന്നതായിരിക്കാം. പേടിച്ചു വെച്ചാൽ ഈ സംഭവമാണല്ലോ ഇവിടെ നടന്നത്. അതുകൂടാതെ പിന്നെ 2 ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു. അവർ പറഞ്ഞു ആരെങ്കിലും 2 ജോലിക്കാരെ വേണേ. എനിക്ക് അതിന് മുമ്പാണ് ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്? ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല. ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഒരു നേഴ്സിനെ വിട്ടു. നേഴ്സ് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല, ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റത്തില്ല ടീച്ചർ, ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ.
ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേപ്പുപാറയിൽ ഒരു വസ്തു കൊണ്ടെന്ന് പറഞ്ഞ് കൊടുത്ത ഇവിടെ നിന്നെല്ലാം ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ പിന്നെ ഞങ്ങളിവിടെ വീട് വയ്ക്കുകയാണ്, സഹകരിക്കണം. ഓക്കെ, നല്ല കാര്യം. അങ്ങനെയായി വീടൊക്കെ കൊടുത്തു. ഏറ്റവും അവസാനം ഇവരെ എല്ലാം ഇളക്കിക്കൊണ്ടങ്ങ് പോയി. എല്ലാ കട്ടിയിലെ വയറിങ് വരെ ഇളക്കി എല്ലാം കൊണ്ടുപോയി. അപ്പൊ സാധനം പറഞ്ഞ് 15,000 രൂപ ഞാൻ തരത്തില്ല. ഞങ്ങൾ അത് തന്നെയല്ല, മലിനജലം കക്കൂസിന്റെ മലിനജലം കിണറിലോട്ട് അവര് പിന്നെ അവിടുന്ന് വീഴ്ത്തി. അങ്ങനെയുള്ള ഉപദ്രവങ്ങൾ മൊത്തം ചെയ്തിട്ടാണ് ഇവർ പോയത്, അപ്പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾ പൂട്ടി ഞങ്ങൾ ഇങ്ങനെ എടുത്തു. കാരണം ഇവർ ഇത്രയും നശിപ്പിച്ചല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞ രണ്ടാമത്തെ മൂന്നാമത്തെ ഭർത്താവ് നടത്തില്ല, ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഭർത്താവ് വന്നാൽ പറഞ്ഞ രാജേഷ് ഒരു ദിവസം എന്റെ ചേട്ടന്റെ മുൻ പ്രസിഡന്റാണ്. അവനെ കണ്ട അവിടെ നമ്മുടെ വീടിന്റെ അടുത്ത് തൊട്ടപ്പുറത്ത് താമസിക്കും. അവിടെ വന്നപ്പോൾ സ്വാമി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ, ഇങ്ങനെയാണോ വാടകയ്ക്ക് എന്നിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അന്നേരം അവൻ ഉടനെ കൊണ്ട് കേസ് കൊടുത്തു. അവനും ഈ ഗിരിജ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നു. അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായി, അവര് പറയട്ടെ എന്ന് പറയും. ഒരുപാട് പിടിപാടുണ്ട്, ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാട്. പിന്നെ അങ്ങനെ മെമ്പർമാർ, ഇപ്പൊ മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കയ്യാണ്. പഞ്ചായത്ത് 2ാം വാർഡിലല്ല 4ാം വാർഡിലെ മെമ്പർ. എല്ലാം ഇല്ലാത്ത പരിപാടിയില്ലായിരുന്നു. ചിറ്റയംകുമാർ, ഗണേഷ് കുമാർ, ഇവരൊക്കെ ഇപ്പൊ അല്ല, അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല. പിന്നെ രാജീവ്, അങ്ങനെ കുറെ ബമ്പന്മാർ അവരാരും ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അതായത് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവരുടെ എല്ലാ പരിപാടികളും പങ്കെടുക്കാൻ വരികയും അവരെയൊക്കെ ആശ്രയിച്ചാണ് ഇവർ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരുന്നു ഇവർക്ക് ഇത്ര ധാർഷ്ട്യം. അപ്പൊ അവര് വിചാരിച്ചു, എന്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ധൈര്യമായിട്ട് അങ്ങ് മുമ്പോട്ട് പോകാം, ആരും എന്നെ പിടിക്കില്ല, എനിക്കൊരു കുഴപ്പവും പറ്റത്തില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ച് അങ്ങ് മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സ്ഥിതി എത്തിയത്. എന്തായാലും എത്ര നാളാണ് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ പോകാൻ പറ്റുക? ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഈ അന്തേവാസികളോട് ഇതുപോലെ യാതൊരു കരുണയും കൂടാതെ ബിഹേവ് ചെയ്തിട്ട് അവർക്ക് യാതൊരു വെള്ളവും കൊടുക്കത്തില്ല, ഭക്ഷണവും കൊടുക്കത്തില്ല. അവരുടെ പേരും പറഞ്ഞ് കാശ് മേടിച്ചിട്ട് കീശയിലിട്ട് സ്വന്തം മകനും ബന്ധുക്കളെ ഒക്കെ പോഷിപ്പിച്ച് വളർത്തിക്കൊണ്ട് വന്നു. ഗുണ്ടകൾക്കൊക്കെ സാലറി കൊടുക്കണ്ടേ? ഇത് പറയാനാ ഇപ്പൊ ഒളിച്ചിരിക്കുന്നത്? തലയെത്തി പുറത്തോട്ട് നോക്കാൻ പോലും പറ്റില്ലാത്ത ഗതികേടിൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ. അപ്പം നമ്മളൊന്നും പറഞ്ഞാൽ കേസ് അവിടെ ഇല്ല. അതുപോലെ തേപ്പാറയിലെ പിന്നെ ഇതുണ്ടല്ലോ, ഈ വേസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ ഈ ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഒരു കള്ള ഇത് പൊതിഞ്ഞ് ഒരാഴ്ച 1 2 ആഴ്ച ആയിരിക്കും ഇവർ വരുന്നത്. അത് വരെ അതിനകത്ത് വെച്ചേക്കും. അവർ എടുത്ത് കളയത്തില്ല. ഇവര് 2 അല്ല 1 പ്രാവശ്യം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെച്ചേക്കരുത്, ഇത് നിങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ആ കവർ കഴുകി വെക്കിനെ, അല്ല ഇത് പുഴുവായി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല. പക്ഷെ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ചെയ്തു. അഹങ്കാരം എല്ലാം കൂടെ ഇവിടെ കയറിയിട്ട് അവൾക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ അങ്ങ് പെരുമാറിക്കൊണ്ടിരുന്നു. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാണല്ലോ. ഈ വീട്ടുകാർ കൊണ്ട് കേസ് കൊടുത്തിട്ട് പോലീസുകാര് അവളുടെ പക്ഷത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, ഇവരെ കൊണ്ട് വായ അടപ്പിച്ചിട്ട് അവളോട് മിണ്ടിക്കോ നീ പറഞ്ഞോ, നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ, ഞങ്ങളൊക്കെ നിന്റെ കൂടെയാണെന്ന് അങ്ങ് പറയുകയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പൊ അതിനവരെ കൗണ്ടറായിട്ട് അവർ കൊടുത്തറിയോ, ഞാൻ അവിടെ ചെന്ന് ആഭാസത്തരം പറഞ്ഞു, അനാവശ്യം പറഞ്ഞു, മറ്റേ ചെയ്തു, അതിക്രമിച്ച് കടന്നു, അനാഥാലയത്തെ അതിക്രമിച്ച് കടന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി അവളും വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആ എസ് ഐ എന്ന് പറഞ്ഞാൽ അവനൊരു ഷണനായിരുന്നു, മലയാളത്തിൽ പറഞ്ഞ ഷണനായിരുന്നു. അവൻ അത് കേട്ടിട്ട് ആ 2 പേരെ സെറ്റിലും തീർക്കുന്നത്. അപ്പോൾ എൻ്റെ വാദം കേട്ടില്ല, അവളെ വാദം കേട്ടില്ല. പക്ഷേ ഒരു എക്കോൺസ്റ്റബിൾ ആയിരുന്നു. അയാളെന്ന് പറഞ്ഞു, സാറേ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്, ആ പരാതിയൊക്കെ പോട്ടെ. കാര്യം അവള് ഗണേഷ് കുമാറും ചിറ്റകുമാറും കിടക്കുന്നത്. ശരി, വേണ്ടെന്ന് ഞാൻ പോകും. ഞാൻ പറയാം, നീ അനുഭവിക്കും. ബ്രാഹ്മണ ഒരെല്ലാം കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്, അവൻ അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവം. അപ്പം ചിറ്റവും ഈ ഗണേഷ് കുമാറുമാണ് ഇവരെ സംരക്ഷിക്കുന്നത്. ഈ ഗിരിജ നല്ല മിടുക്കിയായിട്ടിരുന്ന തന്റെ മകനെ കൊണ്ട് അനാഥാലയത്തിൽ ഒരു അന്തേവാസിയെ കൊണ്ട് തന്റെ മകനെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുത്ത് അങ്ങ് വലിയ സൂപ്പർ ഹീറോ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. നന്മ മരത്തിന്റെ മറ്റൊരു മുഖം. എത്രയും നല്ലൊരു സ്ത്രീ ഇനി ലോകത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് വരെ ചിന്തിച്ചു. എന്നാൽ ആ പെൺകുട്ടിയുടെ ദുരവസ്ഥ എന്തെന്ന് ആ നാട്ടുകാരൻ പറയുന്നൊന്ന് കേട്ടു നോക്കിയേ. കല്യാണം ദിവസം പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശം, ഈ ജീവന്മാരുടെ കാര്യം കണ്ട എല്ലാ ചേട്ടനും എനിക്ക് എല്ലാം അറിയാം. ഞങ്ങളുടെ നാട്ടുകാരൻ നേരിടാൻ പറ്റത്തില്ല, അത്ര ഭീഷണിയാണ്. അപ്പൊ മോളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം രാത്രി സന്ധ്യയ്ക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി 6:45 7 മണിയായപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ചരടുമായിട്ട് ഓടി എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി. അവിടെ സിറ്റോട്ടി മഴ എന്ന് പറഞ്ഞു, ചേച്ചി എന്നെ രക്ഷിക്കണം, എന്നെ പീഡിപ്പിക്കാൻ എന്ന് പറഞ്ഞു. ആ വീടിന് 5 വീടിന് അപ്പുറത്താണിത്. കാടും തോടും കടന്നു വേണം കയറാൻ. അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തോടാണ് ഇവിടെ ഓടി വന്നത്. കല്യാണ ദിവസം രാത്രി 7 മണിക്ക്. അപ്പോൾ ഞാനും എന്റെ സുഹൃത്തുകൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമ്മ എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. ആ സ്ത്രീയോട് പറഞ്ഞു, മാമ ഞങ്ങൾക്ക് പേടി, അമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു. വിളിച്ചപ്പോൾ അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക ഫോൺ സ്ത്രീകളായിട്ടേക്കും. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഇവിടെ പറഞ്ഞു, ആ അമ്പലത്തിലാണ്, ഏത് അമ്പലം, മോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തിൽ എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത്. കെട്ടിയവനാണ് അവൻ തുരുമ്പോഴും ഇല്ല. അവിടെ അങ്ങ് പാട്ട് നടക്കുക, തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടും നടന്നിരിക്കും. അപ്പൊ ചന്ദ്രചേച്ചി എന്ന് പറഞ്ഞ മകൾ വന്നപ്പോൾ നമ്മുടെ മക്കളെ ഇവിടെ ഈ രണ്ട് സുഹൃത്ത് ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല എന്നാ പറഞ്ഞു. ഈ കുടയും കൊണ്ട് ആ കുട്ടി ഒരു മാരുതി വണ്ടി വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. കാരണം സത്യമായ കാര്യങ്ങൾ. ഈ സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം. ചേട്ടൻ്റെ ഒരു സുഹൃത്ത് രാത്രി കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി 7 മണി 8 മണി സമയം 9 മണി സമയം കൊണ്ടാണെന്ന് തോന്നുന്നു.
ഡ്യൂട്ടി കഴിഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂർ നിൽക്കൊണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരേണ്ടി നിൽക്കുകയാണ്. അവരെ ഉപദ്രവിച്ചു, കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത പെട്ടെന്ന് പോകണമായിരുന്നു. അങ്ങനെ പോയി ചെറിയ അനാശാസം കൊണ്ട് അവൾ പേടിച്ചു പോയി. ഇവളെല്ലാം കൂടെ മലോത്സവം ചെയ്യുന്നപ്പോൾ ഭയന്ന് ഓടി. അങ്ങനെ ആ സുഹൃത്തിന്റെ വീട്ടിൽ വന്ന് കരുത് അവൾ നമ്മളെ 1 കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ സ്ത്രീകളെ സഹായിക്കുന്നപ്പോൾ ഒരു മാറി വണ്ടി വന്ന് എടുത്തുകൊണ്ട് പോയെന്നാണ് അറിവ്. പിന്നെ അവർ ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അത്ര ഉണ്ടായിട്ട് ജീവിക്കുന്നതാണ് ഹൈ ലെവൽ. കാരണം അവിടെ ഒന്നും പറ്റത്തില്ല. ഇവിടെ വന്ന് ആരെങ്കിലും ഇവിടെ വന്ന് ജീവമാതാരം വഴി ചോദിച്ചാൽ ആദ്യം പറയാം സാറേ അത്രയും കുഞ്ഞുങ്ങൾ അപ്പുറത്ത് കഷ്ടപ്പെട്ട് അനുഭവിക്കുന്നു, ചെറുക്കിലുണ്ട്, അവിടെ കൊടുക്കാൻ പറഞ്ഞു. അവർ ചെന്ന് അവിടെ പറയുന്നത് നമ്മൾ തിരിച്ചു വന്ന് മായും പോയി കൊണ്ട് നാട്ടുകാർ ചീത്ത വിളിക്കും. ഇത് അവിടെ ഹോബി. അവിടെ രീതിയിൽ അവിടെ സിസ്റ്റത്തിൽ നാട്ടുകാർ ജീവിക്കണം. അങ്ങനെ ഈ പൊന്നുമോള് നല്ല കളിയായിരുന്നു അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാരെ തെറി വിളിക്കുക, അവളുടെ അനാഥാലയം നല്ല രീതിയിൽ പോകണം, അനാഥാലയത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അല്ലെങ്കിൽ ആ കുട്ടികൾ അവിടെ ബുദ്ധിമുട്ടുകയാണ് കഷ്ടപ്പെടുകയാണെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ നാട്ടുകാരെ കടത്തി പൊറപ്പിക്കത്തില്ല അവള്. രാഷ്ട്രീയക്കാരിലും പോലീസുകാരിലൊക്കെയാണല്ലോ പിടിപാട്. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് തല്ലിക്കാനോ കൊല്ലിക്കാനോ ഒന്നും യാതൊരു മടിയും കാണിക്കത്തില്ല. അത് നമ്മൾ പല വീഡിയോസിലും പലരും വന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്ക് പേടിയാണ് ഇവിടെ. അത്രയ്ക്കൊരു ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സിനിമയിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഈ ഡാഡി ഗിരിജയെ പോലുള്ളവരെയൊക്കെ മുഖം മൂടി പൊഴിഞ്ഞു വീണപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. കുറെ സത്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഡാഡി ഗിരിജയും മമ്മി ഗിരിജയൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഒളിത്താവളങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇവരെ പുറത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ അറിയാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂ. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.